വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതുമായ പാൽക്കപ്പയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനായി കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കപ്പയുടെ മേൽഭാഗം വരെ കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് വേവിച്ചെടുക്കാം. കപ്പയുടെ വേവിൻ്റെ സമയം കൃത്യമായി പറയാൻ സാധിക്കില്ല, കാരണം ഓരോ കപ്പയുടെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. നന്നായി വേവുന്നവരെ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം വേണ്ടിവരും. വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഉടച്ചു നോക്കിയാൽ മതി. നന്നായി വെന്തിട്ടുള്ള കപ്പ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. വെള്ളം ഒഴിവാക്കിയ ശേഷം കപ്പ നന്നായി ഉടച്ചെടുക്കണം. ഈ കപ്പയിലോട്ട് ഒരു മിക്സ് ചേർക്കാനുണ്ട്. അത് തയ്യാറാക്കാനായി 8 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക് ഇത് നന്നായി ചതച്ചെടുക്കുക. വെളുത്തുള്ളി വണ്ണമുള്ളതാണെങ്കിൽ 1 മതിയാകും. നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഇത് നേരത്തെ ഉടച്ചു വെച്ച കപ്പയിലോട്ട് ചേർക്കാവുന്നതാണ്. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. ഇവിടെ ഞാൻ കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഉടച്ചു വെച്ച കപ്പയിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതിലോട്ടുള്ള വറവിനായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ 3 വറ്റൽമുളക് പൊട്ടിച്ച് എണ്ണയിലോട്ട് ഇടുക. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച പാൽ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.